അപ്പുട്ടേ, അപ്പുട്ടേ, വണ്ടിയുടെ ശബ്ദം കേട്ടു. ഞാൻ ആ പത്താപ്പേരുടെ പിന്നിലായിരുന്നു. പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ അപ്പുട്ടി അതിനൊരു മേളം ഡിമാന്ന് വന്ന് വീണം. മുമ്പും താൻ എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. പകല് വെളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണുന്നത് ആദ്യം എന്നാ തോന്നേ. രാത്രിയല്ലേ പ്രത്യക്ഷപ്പെടൽ, അതുപോലെ അന്തർധാനവും. എന്താണ് കൊച്ചു തോർത്തുമുണ്ടൊക്കെ എടുത്ത് പത്തായപ്പുരയുടെ പിന്നിൽ നിന്നൊരു പ്രത്യക്ഷപ്പെടൽ? ആ അടിച്ചുകളിക്കാർ ഇപ്പോഴും സർവീസിലുണ്ടോ? അത് പെൻഷനായി, ഇപ്പൊ ആരുമില്ല. അധികം തുടങ്ങി ഞാൻ തന്നെയാ. വിരോധമില്ല. ഇവിടുത്തെ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചു എന്ന് തന്നെ വെക്കുക. വിരോധം ഒട്ടുമില്ല. പക്ഷെ വിരോധം ഉണ്ടാവും. ഒരു കമ്പനിക്ക് താൻ എന്നെ കൂടെ വിളിക്കാതിരുന്നാൽ. അല്ല, ബാഗും പെട്ടിയൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. 2 നാള് കാണുവോ? 2 നാളല്ല, ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാനിവിടെ ഉണ്ടാവും. ഈ വീട് വാങ്ങിയിട്ടിരിക്കുന്ന കാര്യം പപ്പയ്ക്ക് അറിയില്ലേ? നിങ്ങളോടും പപ്പയോടും ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. വെറുതെ ഒരു സർപ്രൈസ് തരാൻ. ഇവിടെയാണോ ജനിച്ചതും ചൈൽഡ്ഹുഡ് ചെലവഴിച്ചതും ഒക്കെ? ജനിച്ചത് ഈ വീടിനപ്പുറത്ത് എവിടെയോ ഒരിടത്ത്. ഞാൻ ബാല്യം ചെലവഴിക്കുകയായിരുന്നില്ല, കണ്ണീര് കുടിച്ചനുഭവിക്കുകയായിരുന്നു. അച്ഛൻ മരിച്ച 2 കുട്ടികളെയും കൂട്ടി അമ്മ തറവാട്ടിലേക്ക് കയറി വന്നപ്പോ അമ്മാവന്മാരുടെ ദുർമുഖങ്ങളും അമ്മായിമാരുടെ ആട്ടും തുപ്പുമായിരുന്നു സ്വീകരിച്ച് ആനയിച്ചത്. ഉരപ്പുരയുടെ നിലത്ത് അമ്മ മരിച്ച് തണുത്ത് കിടന്ന ശേഷം അധിക നാൾ ഇവിടെ കഴിയേണ്ടി വന്നില്ല. പോയി. 14 വയസ്സുകാരൻ ഏട്ടൻ 6 വയസ്സുകാരി അനിയത്തെയും കൂട്ടിപ്പോയി. ചോരയ്ക്കും പണത്തിനും ഒരേ മണമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും അറിയില്ല. അവളെ ഒന്നും അറിയിച്ചിട്ടുമില്ല. ഈ പഴയ അമ്മാവന്മാരും അമ്മായിമാരും ജീവനോടെ ഉണ്ടോ ഇപ്പോഴും? നമുക്കൊരു വിസിറ്റ് നടത്തിയിരുന്നു. ഉണ്ടാവാം, അന്വേഷിച്ചിട്ടില്ല. അത് വേണ്ടടോ. നമുക്കിങ്ങനെ വേഷം കെട്ടി കാണിച്ചാരെയും തോൽപ്പിക്കണ്ട. കോടികൾ കണ്ടു മടുത്ത മനുഷ്യന്റെ പേരിൽ ഇന്ന് ഈ ഭൂമിയിലുള്ള ആകെ സ്വത്ത് ഈ വീടാ. ബാക്കിയെല്ലാം അനിയത്തിയുടെ പേരിലല്ലേ? അവളുടെ പേരിൽ, എന്റെ പേരിൽ. അങ്ങനെ ഒരു വേർതിരിവുണ്ടോ സേതു? കാലം ചീത്തയാണ്. മനുഷ്യനാണെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടുതൽ കൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ചീത്തക്കാലം. പപ്പയ്ക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുത്തിട്ട് ബാക്കി സ്വന്തം പേരിലാക്കണം. സ്വാമി എന്തൊക്കെയാ പറയുന്നത്? അതിൽ കാര്യമില്ല. കോളിയോടന്മാരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശേഖരം മുതലാളിയുടെ പഴയ കോണകം വരെ വിൽക്കുന്ന ലെവലില. അപ്പുട്ടി, ഒരു കുപ്പി എടുക്ക. സ്വാമി, വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി തേങ്ങ പൊതിക്കുന്നതായ ഒരു വാർത്ത പേപ്പറിൽ വായിച്ചോ? വായിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായത്. എന്തേലും വെറുതെ കളിക്കുന്നത്? ഒന്നുമില്ലേ. ആ, സേതു വന്നല്ലോ. ഫോൺ ചെയ്തോ സേതു? ലൈൻ കിട്ടുന്നില്ല. ഏതായാലും പപ്പയും നന്ദനും പോയിട്ടില്ല എന്നുള്ള ഉറപ്പാ. യാത്ര ക്യാൻസൽ ചെയ്തെന്നാ ഇന്നലെ അവിടെ വിളിച്ചപ്പം പറഞ്ഞത്. അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, അതറിഞ്ഞാ മതി. ഒന്നും കാണില്ല, വേറെന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. സേതുവിന് ഇന്നലെ കുഞ്ഞിപ്പാലുവിനെ കിട്ടിയോ? പുള്ളിയോട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ചാടാന്നും പറഞ്ഞു. ഇതാരാ ഇവിടെ? കുഞ്ഞിപ്പാൽ വേണോ? എന്തോ ഒരു സസ്പെൻസ്. ഇറങ്ങുവായി. ഈ കുഴിച്ച ഇതെങ്ങനെ ഇവിടെ? എന്താ ഡോക്ടർ മാലതി മേനോന്റെ ക്ഷമയില്ലാത്ത മോൾ ഇവിടെ? എനിക്ക് പപ്പയുടെ ഏട്ടനെ കാണാൻ, സംസാരിക്കാൻ. എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? ഒരുപാട് അന്വേഷിച്ചു. ഒടുവിൽ കുഞ്ഞുപാലുവേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ ഒരു ഫ്രണ്ടിന്റെ കാറും കടം വാങ്ങി ഇനി പോന്നു. അമ്മയ്ക്കറിയോ? ഇല്ല, പറഞ്ഞാ വിടില്ല. സോ പറയാതെ ചാടി. മോള് കിട്ടുന്ന സ്പീഡിൽ വണ്ടി തിരിച്ചുവിട്. വെറുതെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. അവരവിടെ കിടന്ന് അന്വേഷിക്കില്ലേ? പോവാം. എനിക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. എനിക്ക് സമ്മതമല്ല. എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രേമരോഗി പയ്യൻസിനെ ക്ഷമ എന്നിൽ പ്രതീക്ഷിക്കരുത്. ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ 2 ദിവസം പോലീസ് ലോക്കപ്പിൽ കിടന്ന എന്നെ അംഗീകരിക്കാൻ ക്ഷമയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും. അവരുടെ മാനസികാവസ്ഥ ക്ഷമ മനസ്സിലാക്കണം. ഞാനത് കാര്യമാക്കുന്നില്ല. എനിക്കറിയാം പപ്പയുടെ ഏട്ടനെ. എന്നെയോ? എന്നെ അറിയാമെന്നോ? ഇല്ല കുട്ടി, നീ അതിന് ശ്രമിക്കാൻ വേണ്ട. വെക്കുള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ മാറും. സ്വാമി, ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
ദാ ആ കുട്ടി അപ്പുറത്തെടുത്ത് കരയുന്നു. താൻ കുറച്ച് ഇങ്ക് കുറുക്കി കലക്കി കോരി കൊടുക്ക്. കരയുന്ന പോലും. കരയാനും പിടിക്കാനും ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്താ പരമേശ്വരന്റെ പ്ലാൻ? സന്യാസവും അല്ലല്ലോ. എന്തായാലും വിവാഹം കഴിക്കണം, ഒരു കുടുംബം വേണം. എന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ? സമ്മതിക്കാം, വിവാഹവും കഴിക്കാം. അത് ഈ കുട്ടിയാവുന്നതിനോടും വിരോധമില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന്? അവരങ്ങനെ പലതും പറയും. അയ്യടാ, അനുവാദം കാത്തു നിന്നും കൈനീട്ടി വാങ്ങി നമ്മൾ ഇതുവരെ എന്താ ചെയ്തത്? ആ കുട്ടി തയ്യാറായി കൊണ്ട് വന്നിരിക്കുക. ഇനി ഒരു നാളും തീയതി നോക്കി നമ്മൾ അതൊക്കെ നടത്തും, അത്രേ ഉള്ളൂ. വേണോ സ്വാമി? വേണം ഉസ്താദ്. എന്നാ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞേക്ക്. ഇന്ന് തന്നെ കെട്ടണമെന്ന് വാശിയിലൊന്നും അല്ലല്ലോ. സമയം മറട്ടെ. അതൊന്ന് നേരിട്ട് പറയേ, എന്നിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ യാത്രയാക്ക്. ഡോ, ക്ഷമാപണം വേണോ? പപ്പയുടെ ഏട്ടൻ എന്ത് തെറ്റാ ചെയ്തത് ക്ഷമാപണം നടത്താൻ? ക്ഷമാപണം വേണോന്ന്. തിരിച്ചു പോകുമ്പോ വഴിയിൽ നിർത്തി വല്ലതും വാങ്ങി തിന്നാനോ കുടിക്കാനോ പണം വേണോന്ന്. വേണ്ട. എങ്കിൽ പൊയ്ക്കോളൂ. അമ്മയെ വെറുതെ പേടിപ്പിക്കണ്ട. പോ. പോയി വരൂന്നാ പറയേണ്ടത്. വെറുതെ ഒരു ത്രില്ലിന് വേണ്ടി. രക്ഷിതാക്കൾ എന്ത് പറയുന്നു അതിനെ നിഷേധിക്കാൻ, വളർത്തി വലുതാക്കിയവരുടെ മുഖമടക്കി തുപ്പാൻ. അതായി തീർന്നിരിക്കുന്നു വിവാഹം. നമുക്കത് വേണ്ട കുട്ടി. ഞാൻ വരാം. ക്ഷമയുടെ അമ്മയെ കാണാം. അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നടത്തട്ടെ വിവാഹം. മതി, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഒരുത്തിങ്ങനെ ഇരിപ്പുണ്ടെന്ന കാര്യം ഒരാൾക്ക് ഓർമ്മയുണ്ടാവണം. മറന്നു പോവരുത്. നിന്നെ പോലെ ഒരു കാന്താരി മുളകിനെ ഞാൻ കെട്ടിപ്പൂട്ടിയിടുന്നതാണ് നല്ലത്. ഇല്ല, ഇന്ന് ഈ സമൂഹത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി മാറി ചുറ്റിക്കളികൾ ഒരുപാടുണ്ടാക്കും. പൊയ്ക്കോ. പോയി വരാനായി ഇപ്പൊ പൊയ്ക്കോ. ദേ സ്വാമി. എനിക്ക് കള്ളനോട്ടടി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുടെ അച്ഛന് കടം കൊടുത്തത് ഞാനങ്ങ് മറന്നേനെ. ഇനിയും വെറുതെ ഇങ്ങനെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. അമ്പിയുടെ അച്ഛൻ കേൾക്കണ്ടോ? കുറെ നേരമായി തമ്പി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാ? ആ, കേട്ടിട്ട് നിങ്ങൾക്കൊരു കുലുക്കം ഇല്ലല്ലോ. ആണുങ്ങളായ ഉളുപ്പ് വേണേ. ഇല്ല, ഉളുപ്പില്ലാത്തവനായിപ്പോയി. അതാ എന്റെ അവസ്ഥ. വിൽക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വിൽക്കരുതോ? അല്ല, എന്താ ഇനി വിൽക്കാനുള്ളത്? മകളെയും മരുമകളെയും ബിസിനസിന് പറഞ്ഞയക്കേണ്ടി വരും. അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല. തമ്പിച്ചേട്ടാ, കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കണം. അത്ര വലിയ മാനക്കേട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാശ് താടാ. നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോടാ? നീയല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി. നീ 50 ലക്ഷം താടാ. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നിങ്ങളുടെ മുഖത്ത് ഞാനത് വലിച്ചെറിയായിരുന്നു. ഇല്ലെങ്കിലും ഉണ്ടാക്കണം. ഒരു കോടീശ്വരന് അളീനുണ്ടല്ലോ നിനക്ക്. പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും. അതെ, അങ്ങനെ പലതും ഉണ്ടാവും. അത് വിറ്റിട്ട് ആരോ ധൂർത്തടിച്ചു കളഞ്ഞ പണത്തിന്റെ കടം വിട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ? ഇല്ല, നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. നിനക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അതിൽ ഇടപെട്ടത്? ഞാൻ അയാളുടെ മുഖത്ത് വിസ്കി ഒഴിക്കും. ചിലപ്പോ 3 വർഷം വരും. അമ്മേ ചേച്ചി, വിളിച്ചുകൊണ്ടോ ഇയാള്? ഫ്രോഡുകളാ, കള്ള ഫ്രോഡുകൾ. നോക്കാനല്ലേ പറഞ്ഞെ. എന്നെ വഹിക്കാൻ നടക്കുകയാണ്. കാശ് മേടിച്ചു ഒരു കളാ. കുടിക്ക്, കുടിച്ച് ചാവും. എല്ലാം വിറ്റ് തൊളിച്ച് ഈ നിലയിലാക്കിയിട്ടിരിക്കുന്നു. Get lost here. ഞാനും കഴുത്ത് മുഴുവൻ മൂടിയ പൊന്നുവിട്ട് തന്നെയാ ഈ വീടിന്റെ പടി കയറി വന്നത്. അതിനു പുറമെ പണമായിട്ട് എന്റെ അച്ഛൻ കൊടുത്തിരുന്നു. അതല്ല, ഈ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഗിരിയേട്ടൻ എടുത്തോണ്ട് പോയി. തികയാതെ വന്നത് എന്റെ ഷെയറായി അച്ഛൻ എഴുതി വെച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടും വീട്ടി. ഇയാളുടെ മുന്നിൽ പൊങ്ങച്ചൻ പറയുന്നല്ല, സത്യ. ചോദിച്ചു നോക്കാലേ നന്ദനോട്, നന്ദൻ പറയും. രാജി ചെയ്തതൊരു ഭാര്യയുടെ കടമയാ. അതിലിപ്പോ ഒട്ടും വിഷമം വിചാരിക്കുകയും വേണ്ട. ചേച്ചി, ഞാനിപ്പോ എന്താ വേണ്ടത്? എനിക്കറിയാഞ്ഞിട്ടാ. നിങ്ങൾ പറഞ്ഞു തരൂ. ഞങ്ങൾ ഉപദേശിച്ചു തരണോ? തനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ എന്താ വേണ്ടെന്ന്? ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ കാണാൻ നോക്കണം. ഭർത്താവിന് അത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അതാ കുട്ടി വേണ്ടത്. ഭർത്താവിന്റെ വീട്
എന്റെ വീട് എനിക്ക് അങ്ങനെ രണ്ടായിട്ട് കാണാൻ അറിയില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല. കേട്ടോ രാജി, തമ്പിച്ചേട്ടൻ അച്ഛൻ കൊടുത്ത വായ്പ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നെങ്കിൽ അതിന് തക്കോണമുള്ള ടൈറ്റ് ഉണ്ടായിട്ടാ. അത് കിട്ടിയില്ലെങ്കിൽ മൂപ്പര് പ്രശ്നത്തിലാകും. ഇവിടെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പത്മജ ഒന്ന് മനസ്സ് വെച്ചാ മതി. നന്ദന്റെ അച്ഛൻ കടം വീട്ടാൻ വഴിയില്ലാണ്ട് തൂങ്ങിച്ചത്താ അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുമോ? പപ്പയ്ക്ക് പിന്നെ മനസമാധാനം കിട്ടുമോ? അവന് പക്ഷെ വാശിയല്ല, പ്രായത്തിന്റെ ഒരു ദുരഭിമാനം. അങ്ങനെ ചേച്ചി പറയരുത്. സ്വന്തത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പ്രധാനം സ്വത്തും മുതലുവെന്ന് കരുതുന്നത് ഒരുതരം കോംപ്ലക്സ് ആണ്. വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഞാൻ റെഡിയാ. ഇപ്പൊ തൽക്കാലം നന്ദൻ അറിയാതെയാണെങ്കിലും ഈ വീട്ടിൽ ആരും തമ്മിൽ വഴക്കടിക്കാതെ ഇരിക്കുമെങ്കിൽ ഞാൻ റെഡിയാ. എന്തിനും. അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. തമ്പിച്ചേട്ടന് കൊടുക്കാനുള്ള പണം നമുക്ക് കൊടുക്കാം. എന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് പ്ലെഡ്ജ് ചെയ്താൽ മതി, പണം കിട്ടും. അയ്യോ മോൾ എന്തായി പറയണേ? വേറെ എന്താ ചെയ്യാച്ചാ? ഏട്ടനോട് പറയാന്ന് പറഞ്ഞപ്പോ തമ്പിച്ചേട്ടൻ അമ്പി ചേച്ചി സമ്മതിക്കുന്നില്ല. വിൽക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. പണയം വെക്കാൻ ഈ വീടും ഹോട്ടലും എല്ലാം പണയത്തിലാ. ഞാൻ തമ്പിച്ചേട്ടന്റെ അമ്പി ചേച്ചിയുടെയും കൂടെ പോയി ചില ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. നന്ദൻ അറിയണ്ട തൽക്കാലം. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം നന്ദനോട്. അവനും മോളുടെ ഏട്ടനും അറിയാതെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. സാരല്ല അച്ഛാ, ഞാൻ എന്ത് ചെയ്താലും ഏട്ടനൊന്നും പറയില്ല. ഈ വീട്ടിൽ ഇനി ആര് തമ്മിലും വഴക്കിടാതിരിക്കുന്ന കണ്ടാ മതി. അതിനുവേണ്ടി ഏത് പേപ്പറിൽ വേണേലും ഞാൻ സൈൻ ചെയ്യാം.